അന്റാർട്ടിക്കയിലെ സിന്ദൂര പൊട്ട് കണ്ടിട്ടുണ്ടോ? 1911 ജിയോളജിസ്റ്റ് ഗ്രിഫിറ്റി ടൈലർ അന്റാർട്ടിക്കയിലെ മെക്മഡോ ഡ്രൈ വാലിയിൽ നടത്തിയ ഗവേഷണത്തിനിടയിലാണ് അതിലെ ഗ്ലേസിയറിനിടയിലൂടെ മഞ്ഞുപരപ്പിനിടയിലൂടെ ചുവന്ന വെള്ളം ഒലിച്ചിറങ്ങുന്നത് ശ്രദ്ധിക്കുന്നത്. ആർക്കും വളരെ എളുപ്പത്തിൽ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നത്ര ചുവപ്പ് നിറത്തിൽ ഒലിച്ചിറങ്ങുന്ന ഈ വെള്ളത്തിന്റെ ഈ ചുവപ്പ് നിറത്തിന് കാരണം എന്തെങ്കിലും ആൽഗെ ആയിരിക്കുമെന്നാണ് ആദ്യം ചിന്തിച്ചത്. എന്നാൽ ഈ ഗ്ലാസിയർ അല്ലെങ്കിൽ ഹിമപ്പരപ്പിനടിയിലായിട്ട് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള വെള്ളത്തിന്റെ വലിയൊരു ശേഖരം സീൽഡ് ആയിട്ട് കിടപ്പുണ്ട്. അതിലെ വെള്ളം ശുദ്ധജലമല്ല, സോൾട്ട് വാട്ടർ ആണ്. ഒരുപാടധികം മിനറൽസ് അടങ്ങിയ ആ തടാകത്തില് അയൺ കണ്ടന്റും അത്രയധികം കൂടുതലാണ്. പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്ന അയൺ കണ്ടന്റ് വായുവിലെ ഓക്സിജനുമായി അയൺ ഓക്സിഡൈസ് ആവുകയും റസ്റ്റിന്റെ തുരുമ്പിന്റെ റെഡ് കളർ ഫോം ആവുകയും വെള്ളത്തിന് ഈ കളർ ലഭിക്കുകയാണ് ചെയ്യുന്നത്. ശുദ്ധജലത്തെ പോലെ ഉപ്പുവെള്ളത്തിന് ഫ്രീസ് ആവാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഈ ഭാഗം മഞ്ഞായിട്ട് ഉറഞ്ഞു പോകുന്നില്ല. ഈ സവിശേഷതകളാണ് ഈ അത്ഭുതത്തിന് കാരണം. ഒലിച്ചിറങ്ങുന്ന സോൾട്ട് വാട്ടറിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഗവേഷകർ കണ്ടെത്തിയതോടെയാണ് ഒളിച്ചിരിക്കുന്ന ഈ ജലശേഖരത്തിനുള്ളിലെ അതും ഫ്രഷ് എയറും സൂര്യപ്രകാശവും കിട്ടാതെ തന്നെ അതിനുള്ളിൽ ജീവൻ നിലനിൽക്കുന്നതിനെ കുറിച്ച് അതിന്റെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഐസി മൂണുകളായ ജൂപ്പിറ്ററിന്റെ മൂണായ യൂറോപ്പയിലും സറ്റണിന്റെ മൂണായിട്ടുള്ള എൻസഡസിലും എല്ലാം ഉള്ള വെള്ളത്തിന്റെ കണ്ടന്റിലും ജീവൻ നിലനിൽക്കുന്നുണ്ട് എന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്റാർട്ടിക്കയിലെ ഈ ബ്ലഡ് ഫോള്.